എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. അനുപമ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടിരുന്നു ഞാനത് ഇൻസ്റ്റഗ്രാം. വീഡിയോയിലല്ല കാര്യം, അതിൽ എഴുതി വെച്ചതിലാണ് കാര്യം. അതെ, ഇത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഇപ്പോൾ സെക്സ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡിങ് സംഭവമാണ്. അതിൽ വെറൈറ്റീസ് പരീക്ഷിക്കുക എന്നുള്ളതാണ് ഓരോ കപ്പിൾസിനെ സംബന്ധിച്ചും എന്താ പറയാ വളരെ ഒരു ചാലഞ്ച് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഫാന്റസീസ് എന്ന് പറയുന്നത് അതിനൊരു പീക്കിൽ നിൽക്കുന്ന കാലം. എന്താണ് അനുപമയ്ക്ക് ഈ സെക്ഷൽ ഫാന്റസീസിനെ കുറിച്ചുള്ള അഭിപ്രായം? ഇപ്പൊ പറഞ്ഞ പോലെ ഈ സെക്സ് എന്ന് പറയുന്ന ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവാതെ അല്ലെങ്കിൽ ട്രെൻഡ് ഔട്ട് ആവാതെ നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് എല്ലാ കാലത്തും. അപ്പൊ അതിനെ ഇപ്പം നിലവിൽ അതിനെ മാറ്റുരയ്ക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാന്റസീസ് ആണ്. ആളുകൾ പക്ഷെ അതിന്റെ പല അവസ്ഥാന്തരങ്ങളുണ്ട്. ചിലര് എന്താ പറയാ, ഫാന്റസികൾ കൂടിയിട്ട് ആളുകൾ ഉപദ്രവിച്ച് കൊന്നു കളയുന്ന ആളുകള്, ചിലര് ഫാന്റസികൾ കൂടിയിട്ട് ഇതുപോലെ ഭയങ്കര കോമഡി ആവുന്നതുണ്ട്. ഭയങ്കര കോമഡിപരമായി വൾഗറായിട്ടൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫീലിങ്സ് ഫീല് വരികയാണ്. നമുക്ക് അറപ്പുളവാക്കുന്ന തരത്തിലുള്ള കമന്റ് ആണത്. ആളുകളുടെ ഫാന്റസി പല എക്സ്റ്റെന്റുകളിലേക്കാണ് പോകുന്നത്. നമുക്ക് ഈ ഒരു കമന്റ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നമുക്കൊന്നും നമ്മുടെ പാർട്ട്ണറുടെ മേ ബി ഇത് ചിന്തിച്ചു വെക്കാൻ സാധിക്കില്ലായിരിക്കും, പക്ഷെ ചിലരെ സംബന്ധിച്ച് അത് പക്ഷെ ചില ഫാന്റസികൾ നല്ലതാണ്. കാരണം നമ്മൾ ഈ ആരോഗ്യമാസികയൊക്കെ എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ ഇതൊക്കെ ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഈ എന്താ സെക്സ് ആയാലും അല്ലെങ്കിൽ അതിലെ ഫാന്റസികളായാലും അതായത് എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതെ, എത്രയോ ആളുകളുടെ അനുഭവങ്ങൾ, അതായത് ഡോക്ടറോട് ചോദിക്കൂ എന്ന പങ്ക്തി പോലത്തെ പങ്ക്തികളിൽ എത്രയോ സ്ത്രീകൾ സ്ഥിരം വായിക്കുന്ന ഒരാളായിരുന്നു. അല്ല, പക്ഷെ ഞാൻ ചില സമയത്ത് അത് വായിച്ചു നോക്കും. കാര്യം നമ്മൾ അതല്ലല്ലോ, നമ്മുടെ ഇൻട്രസ്റ്റഡ് ഏരിയ ആണെന്നല്ല ഞാൻ അത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആളുകളുടെ പേഴ്സ്പെക്റ്റീവ് അറിയാം. ഞാനൊരു ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആളുകളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, അല്ലെങ്കിൽ ആളുകളുടെ പ്രശ്നങ്ങൾ എന്താണ്. നമ്മൾ ഈ കാണുന്ന ഭക്ഷണം കിട്ടാത്തതും വെള്ളം കിട്ടാത്തതോ അല്ലെങ്കിൽ അത് പൈസ ഇല്ലായ്മയോ മാത്രമല്ല ലോകത്തെ വിഷയങ്ങൾ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ജിയോ ബേബി കാതലുണ്ടാക്കിയത്? ആ വിഷയത്തെ കുറിച്ച് അയാൾ ചിന്തിച്ചു അല്ലെങ്കിൽ അന്വേഷിച്ചു. അതേപോലെ ഈ വിഷയങ്ങൾ എനിക്ക് അറിയണമായിരുന്നു എന്താ അവിടെ നടക്കുന്നതെന്ന്. അതിനുവേണ്ടി ഞാൻ ആ പുസ്തകം വായിച്ചു. അപ്പൊ അതിനകത്ത് ഒട്ടേറെ സ്ത്രീകളും പുരുഷന്മാരും അതിനകത്ത് എഴുതിയിരിക്കുന്നത് അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ചടങ്ങ് പോലെ എന്നും വരുന്ന ഒരു വിരക്തിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മാരീഡ് കപ്പിൾസിനെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ ഇപ്പോ അതിലൊരു വിരക്തി വരും. കാരണം ഈ സെയിം സാധനം റിപ്പീറ്റ് ചെയ്ത് പോകുന്നതിന്റെ ഒരു വിരക്തി വരും. ആ സമയത്ത് ഈ സെക്ഷൽ ഫാന്റസീസ് അല്ലെങ്കിൽ ഈ സെക്സ് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ മാനസികാരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എക്സ്പ്ലോർ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞ ഈ റീലിൽ പരാമർശിച്ചിരിക്കുന്ന പോലത്തെ കാര്യങ്ങൾ ആക്ച്വലി ഇതൊരു സെക്ഷൻ ഓഫ് ഫാന്റസി ആണ്. ഞാൻ ഈ വിഷയത്തെ കുറിച്ചിട്ട് ഈ റീല് കണ്ടപ്പോൾ നമ്മൾ സംസാരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കി. കാരണം ഇത്തരത്തിൽ മനുഷ്യവിസർജനം ഉപയോഗിച്ചുകൊണ്ട് സെക്സ് ചെയ്യാൻ താല്പര്യമുള്ളവർ, അതല്ലെങ്കിൽ അതിനെ ഇതുമായി കൂട്ടിക്കുഴയ്ക്കാൻ താല്പര്യമുള്ളവർ ഈ ലോകത്തുണ്ടോ? അതെനിക്ക് വലിയൊരു ചോദ്യമായിരുന്നു. അങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടുപിടിച്ച ഒരു വിഭാഗമാണ് സ്കാറ്റ് പോൺ. സ്കാറ്റ് പോൺ നമ്മൾ വിവിധ തരത്തിലുള്ള പോണിന്റെ ഡിവിഷൻസ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതിലൊന്ന് ഈ സ്കാറ്റ് പോൺ എനിക്ക് തോന്നുന്നു അധികം ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആർക്കും അറിയാത്തൊരു ഡിവിഷൻ ആയിരിക്കണം. ഈ സ്കാറ്റ് പോണിൽ പറഞ്ഞു വെക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള എന്താ പറയാ, ആളുകൾക്ക് വളരെയധികം എന്താ പറയാ ആ തമ്മിൽ കണ്ടാൽ തന്നെ നമുക്ക് അങ്ങ് അറച്ചു പോകുന്ന രീതിയിലുള്ള, പക്ഷേ ചില ആൾക്കാർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരം ആ ഒരു പോൺ ഡിമാൻഡ് ഉള്ളത് കൊണ്ടല്ലേ ആ പോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ അത് കാണുന്നവരില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ റീലിൽ പറഞ്ഞ ഫാന്റസി എന്ന് പറയുന്നത് ആ ഒരു മനുഷ്യന്റെ മാത്രം ഫാന്റസി അല്ല, അത് ഒരുപാട് പേരുടെ ഫാന്റസി ആണ്. ഞാൻ പറയട്ടെ, പക്ഷെ ഇങ്ങനത്തെ ഫാന്റസികൾ അത് അൺഹെൽത്തി അല്ലേ? അൺഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഹൈജീനിക് അല്ലല്ലോ. അല്ല, എങ്ങനെയാണ് ഹൈജീനിക്? അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ? പ്രോത്സാഹനീയമായ ഒരു കാര്യമാണോ ഈ ഒരു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാന്റസീസ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഹെൽത്തി ആയ രീതിയിൽ ക്യാരി ഔട്ട് ചെയ്യുക. ഇപ്പോൾ ഈ സ്കാറ്റ് പോൺ പോലത്തെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മളിപ്പോൾ ഈ BDSM പോലെയുള്ള, ഞാൻ കഴിഞ്ഞ ഒരു ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്, കേരള സ്റ്റോറി എന്ന് പറയുന്ന അജു വർഗീസ് അഭിനയിച്ച ഒരു സീരീസ് ഉണ്ട്. ആ സീരീസിൽ ഇത്തരത്തിലുള്ള ഒരു സെക്ഷൽ വർക്കർ, ഒരു സെക്സ് വർക്കറിന് ഉണ്ടാവുന്ന മരണം, അവരുടെ മരണവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുമാണ് ആ സീരീസ് പറഞ്ഞു വെക്കുന്നത്. ആ സീരീസിൽ ഇവരിങ്ങനെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടുമായി സംസാരിക്കുന്ന, ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഒരു സ്ത്രീയുമായി സംസാരിക്കുന്ന സമയത്ത് ഈ സ്ത്രീയുടെ മേത്ത് മുറിവുകൾ കാണുകയാണ്. അപ്പൊ ആ സ്ത്രീയോട് എന്ത് പറഞ്ഞതാണെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, ഓരോരുത്തരന്മാർ വീട്ടിലിരുന്നിട്ട് ഓരോ വീഡിയോകൾ കാണും, അത് പരീക്ഷിക്കാനുള്ള വസ്തുക്കളാണല്ലോ ഞങ്ങൾ.
അപ്പോൾ അവിടെ അവരെ അത്രത്തോളം മൃഗീയമായി അടിച്ചിരിക്കുകയാണ്. അതിന്റെ പാടുകളാണ് അവരുടെ മേത്ത്. അതിന്റെ ഈ കഴുത്തിലൊക്കെ കയറ് കെട്ടിയതിന്റെയൊക്കെ മാർക്കുകൾ ഉണ്ട് അവരുടെ കഴുത്തില്. അപ്പോൾ അത്തരത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ അതിനെ എൻജോയ് ചെയ്യുന്നവരുണ്ട്. ഒപ്പം തന്നെ അത്രയും പെയിൻഫുൾ ആക്കി കൊടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ എന്താ പറയാ, ഒരാളുടെ ശരീരം അത്യധികം വേദനിപ്പിച്ചുകൊണ്ട് അത് ചെയ്യുന്നവര്, അവര് വേദനിക്കുന്നതിൽ സുഖം കണ്ടെത്തുന്നവര്, അങ്ങനത്തെ ഒരുപാട് കാറ്റഗറി ഓഫ് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ എല്ലാ ഫാന്റസീസിനെയും നമുക്ക് ഒരിക്കലും എന്താ പറയാ ഫാന്റസീസ് നല്ലതാണെന്ന് കൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് മറ്റൊരാൾക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ ആ സ്ത്രീയും അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് കുഴപ്പമില്ല, അത് അവർ രണ്ടുപേരും പ്രൈവറ്റ് കാര്യമാണ്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഇഷ്ടമാണ്, അവർക്കത് ചെയ്യാം. പക്ഷേ ഇത് എൻജോയ് ചെയ്യാത്തവർ ഇതിലേക്ക് നിർബന്ധിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. ഒപ്പം തന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ്, ഈ സ്ത്രീയെ കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുന്നത്. ചില സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഇപ്പൊ നമുക്ക് നിംഫോമാനിയക്ക് പോലെയുള്ള സ്ത്രീകൾ ഉണ്ടായിരിക്കാം. തമിഴിലൊരു സിനിമയുണ്ട്, ആ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അതിൽ ആ പെൺകുട്ടിയെ നിംഫോമാനിയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം വേദനപ്പെടുന്നതിലാണ് ആ കുട്ടി പ്ലഷർ കണ്ടെത്തുന്നത്. സോ അവള് കയ്യിൽ ഇങ്ങനെ റബ്ബർ ബാൻഡ് വെച്ച് ഇങ്ങനെ അടിക്കുന്നതിന്റെ ആ ഒരു പ്ലഷർ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ റബ്ബർ ബാൻഡ് വെച്ച് ഇങ്ങനെ അടിച്ചടിച്ച് ഇവിടെ മൊത്തം പാടാവുന്ന, ആ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു സിനിമയുണ്ട് തമിഴില്. ആ സിനിമയിൽ ഈ പെൺകുട്ടിക്കാണ് ഈ നിംഫോമാനിയ എന്ന് പറയുന്ന സ്റ്റേറ്റ്, സെക്ഷൽ അഡിക്ഷൻ അല്ലെങ്കിൽ ഈ പെയിൻഫുൾ സെക്സിനോടുള്ള അഡിക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ ആ ആണിന് സാധിക്കണമെന്നില്ല. ചിലപ്പോൾ ആ ആണെന്ന് പറയുന്നത് സോഫ്റ്റ് കോർ സെക്സ് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം. അപ്പോൾ എന്താവും, ഈ പെൺകുട്ടിയുടെ നീഡ്സ് അവിടെ സാറ്റിസ്ഫൈഡ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ മാരേജ് കമ്പാറ്റബിലിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് സെക്ഷൽ കമ്പാറ്റബിലിറ്റി നോക്കണം, അല്ലെങ്കിൽ അത് ഭയങ്കരമായ ഡിപ്രഷൻ പോലെയുള്ള സ്റ്റേറ്റുകളിലേക്ക് എത്തിക്കാം. പക്ഷേ ഇപ്പൊ നമ്മൾ തിരിച്ച് ഈ ഫാന്റസിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള അനുപമ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് നമുക്ക് പറയാം. കാരണം നമുക്ക് കാണുമ്പോൾ അത്രത്തോളം മറക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര അൺഹൈജീനിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോ പറഞ്ഞല്ലോ, അതായത് ഇപ്പൊ രണ്ടുപേര് തമ്മിൽ എന്താ പറയാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ഒരാളുടെ ഫാന്റസി ഭയങ്കര ഇപ്പൊ പറഞ്ഞ പോലെ ഹൈലി എന്താ പറയാ അൺഹൈജീനിക്കോ അല്ലെങ്കിൽ ഹൈലി എന്താ പറയാ ഭയങ്കര മാരോട്ടിക്കൊക്കെ പോലെ ആയിരിക്കാം, അങ്ങനെയൊക്കെയാണ്, ഭയങ്കര മൃഗീയമായതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റുള്ള ആളുടെ ഇൻട്രസ്റ്റ് അതല്ലെങ്കിൽ അത് ഭയങ്കര ഹാംഫുൾ ആയ രീതിയിലേക്ക് മാറും, അല്ലെങ്കിൽ മറ്റേ ആൾക്ക് അത് എന്താ പറയുക സഹിക്കാൻ പറ്റാത്ത തരത്തിലേക്കാവും. കാര്യം അൺഹൈജീനിക് ആണെങ്കിലും ഓപ്പോസിറ്റുള്ള ആൾക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അതല്ല, ഇത് സെൽഫായിട്ട് ചെയ്യുന്ന ആളുകൾക്കും അത് അവരുടെ സെൽഫിൽ അത് എന്താ ഭയങ്കര മോശമാണ്, അവരുടെ ഹെൽത്തിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ വേറൊരു കാറ്റഗറി ആയിട്ട് ഞാൻ ഒരു തവണ ഇതേപോലെ എന്തോ ഒരു ട്രോൾ വീഡിയോയിലോ എവിടെയോ ഞാൻ ഇതേപോലെ കണ്ടതാണ്, ഈ മൃഗങ്ങളുമായി സെക്സ് ചെയ്യുന്നത്. ശരി, നമ്മൾ എത്രയോ വാർത്തകൾ കേട്ടിരിക്കുന്നു പശുവിനെ സെക്സ് ചെയ്യുന്ന ആണുങ്ങളെയൊക്കെ കുറിച്ചിട്ട്. അസാം അല്ല, സ്ത്രീകളും ഉണ്ട് അത്. സ്ത്രീകളെ കുറിച്ച് ഞാൻ വാർത്തകൾ കണ്ടിട്ടില്ല. ഞാൻ അതൊരു വീഡിയോ കണ്ട് ഞാൻ ആ സമയത്ത് എനിക്ക് ഭയങ്കര ട്രോമ ആയിപ്പോയിരുന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു കാറ്റഗറി ഞാൻ ചിന്തിക്കുന്നേ ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ അത് എന്താ പറയാ അതും ഭയങ്കര അൺഹൈജീനിക് അല്ലേ എന്നുള്ളതാണ് ഞാൻ. തീർച്ചയായിട്ടും അത് അവരോട് കാണിക്കുന്ന ക്രൂരതയല്ലേ. നമ്മുടെ ഇതിനു വേണ്ടി അവരെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് എന്താ പറയുക എൻസൈംസും ഹോർമോൺസും ഒക്കെ ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ അത് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്ന സമയത്ത് നമ്മളത് മോശമായിട്ടല്ലേ എഫക്റ്റ് ചെയ്യുക നമ്മുടെ ബോഡീനെ. അവരുടെ മൃഗങ്ങളുടെ ഹോർമോൺസോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ എന്താ പറയുക എൻസൈംസോ ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനത്തെ അൺഹൈജീനിക്കോ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റുകൾ അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഫാന്റസികൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. അതെ, അത് പരിധി മാത്രം, പരിധിയല്ല, പരിധി അവരുടെ ഇഷ്ടമാണ്. പരിധിയേക്കാൾ ഉപരി അത് എത്രത്തോളം മറ്റൊരാൾ ഈ നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ പ്രൈവറ്റ് ഏരിയാസ്, നമ്മുടെ സ്ത്രീകളുടെ ആയാലും പുരുഷന്മാരുടെ ആയാലും ഏറ്റവും സെൻസിറ്റീവായ ഏരിയാസ് ആണ് പ്രൈവറ്റ് ഏരിയാസ് എന്ന് പറയുന്നത്. സോ അത് പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ അവിടെ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ മൊത്തത്തിൽ അത് ബാധിക്കാം. ഒരു അലർജി പോലത്തെ കാര്യങ്ങൾ വന്നാൽ തന്നെ നമ്മൾ എത്രത്തോളം ഇറിറ്റേറ്റഡ് ആവുന്നവരാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഹൈജീനിക് സാധനങ്ങൾ അല്ലെങ്കിൽ ഹെൽത്തി ആയി സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ നമ്മുടെ എല്ലാ ഇപ്പൊ നമ്മൾ പല്ല് തേക്കുന്നത് പോലെ അല്ലെങ്കിൽ എല്ലാം ചെയ്യുന്നത് പോലെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ്. പോൺ പോലുള്ള പോണുകളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരം ഫാന്റസികളുള്ള ആളുകൾ അത് ഫാന്റസി ആയിട്ടാണോ നമുക്ക് കണക്കാക്കാൻ പറ്റുക അല്ലെങ്കിൽ മനോവൈകല്യമായിട്ടാണോ നമുക്ക് കണക്കാക്കാൻ പറ്റുക? അത് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് അതൊരു ഫാന്റസി ആയിരിക്കാം. മനോവൈകല്യം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രീംസിറ്റി ഉണ്ടല്ലോ. ചില ആൾക്കാർ ഇത് എൻജോയ് ചെയ്യുന്നവരാണെങ്കിലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ആണിനും പെണ്ണിനും നമ്മൾ ഈ സ്കാറ്റ് പോൺ കാണുന്ന സമയത്ത് അതിൽ ആണുങ്ങൾ മാത്രമല്ലല്ലോ, പെണ്ണുങ്ങളും ഉണ്ടല്ലോ. സോ അവർ രണ്ടുപേരും അത് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. അവർക്ക് രണ്ടുപേർക്കും അത് ചെയ്യാൻ മടിയില്ല. പിന്നെ നമുക്ക് അതിന് മനോവൈകല്യമായിട്ട് കാണാൻ പറ്റുമോ? അതും ഒരാൾക്കോ രണ്ടുപേർക്കോ അല്ലല്ലോ, ഒരു കൂട്ടം മനുഷ്യർക്ക് അതുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നത് കാണുന്നതിൽ പലർക്കും അത് ഉണ്ടായിരിക്കാം. പക്ഷെ അത് തുറന്നു പറയാൻ പറ്റുമോ? എങ്ങനെയാണ് തുറന്നു പറയാൻ സാധിക്കുക? അതിനെ അതേ തട്ടിലിരുത്താൻ പറ്റുമോ പീഡോഫീലിക് ആയിട്ടുള്ള ആളുകളെ?
ഒരിക്കലും പറ്റില്ലല്ലോ. അതൊരു തരത്തിലുള്ള മൃഗീയമായ ഒരു സ്വഭാവമല്ല. ഇത് ഇവിടെ ആരും ഹാം ചെയ്യപ്പെടുന്നില്ല, ഇല്ല, ഹാം ചെയ്യപ്പെടുന്നില്ല. ഇത് അവരുടെ ഇഷ്ടത്തിന് അവർ ആ വിസർജനം കഴിക്കുകയോ അല്ലെങ്കിൽ അത് വെച്ച് കളിക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നു. അവിടെ ഒരാൾക്കും എന്താ പറയാ, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നില്ല, ഒരാളെ ഉപദ്രവിക്കുന്നില്ല. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ അതിനൊരിക്കലും നമുക്കൊരു മാനസിക വൈകല്യമായി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ മേ ബി ഓവർ പോൺ അഡിക്ഷൻ ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോണുകളിലേക്കൊക്കെ ഒരു ഓവർ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു മാനസിക വൈകല്യമായി മാറാം. അത് നമ്മളെ മെന്റലി ഡിസോർഡറിലേക്ക് എത്തിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായ അനുഭവമാണ്. അവരുടെ ബോയ് ഫ്രണ്ട് ഇത്തരത്തിലുള്ള എന്താ പറയാ, ഈ പോൺ വീഡിയോസ് അതിന്റെ ഓവറായി കണ്ട് അയാളുടെ സെക്ഷൽ ബിഹേവിയറെ മാറിപ്പോയി എന്നുള്ളതാണ്. പിന്നെ അത്രത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലാണ് പിന്നെ ആ പെൺകുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റുന്നതിലും ഉപരിയാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ. പിന്നെ വേറൊരു പോയിന്റ് ഉള്ളത്, നമ്മൾ ഈ സെക്ഷൽ വീഡിയോസിൽ നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ്, വളരെയധികം എക്സാജറേറ്റഡ് ആണ് ഈ സെക്ഷൽ വീഡിയോസ് അല്ലെങ്കിൽ സെക്സ് വീഡിയോസ് എന്ന് പറയുന്നത്. അതിൽ അവരുടെ മോൺ ചെയ്യുന്നതാവട്ടെ അല്ലെങ്കിൽ അവർ തരുന്ന എക്സ്പ്രഷൻസ് ആവട്ടെ ഒക്കെ അത് വളരെയധികം എക്സാജറേറ്റഡ് ആണ്, അഭിനയിക്കുകയാണ് അവർ. പക്ഷേ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പറ്റം മണ്ടന്മാരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് വിചാരിച്ചത്, നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ, സെക്സിനെ കുറിച്ചുള്ള ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ ഉണ്ടാകുന്നത് എവിടെയാണ്? ഈ സെക്സ് വീഡിയോസ് ആണ്. അല്ലാതെ നമുക്ക് നമ്മുടെ നാട്ടിലും വീട്ടിലൊന്നും ഇത് കാണാനും സാധിക്കത്തില്ല, ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനും മനുഷ്യന്മാരുണ്ടാവില്ല. സോ നമ്മൾ എവിടെയാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്? ഈ പോൺ സൈറ്റുകളിൽ നിന്ന് വരുന്ന പോൺ വീഡിയോസിൽ നിന്നാണ്. സോ അവിടെ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ തൻ്റെ പാർട്ട്ണറുമായി സെക്സ് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷനും ഇത്തരത്തിലുള്ള ഒരു പ്ലഷറുമാണ്. കാരണം അതിൽ അവർ കാണിക്കുന്ന പ്ലഷർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത് ഏതൊരു ഹൈ ലെവലിലേക്കാണ് അത് പോകുന്നത്. പക്ഷെ ഇത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. ആൻഡ് ആക്ച്വലി പല ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റുകളും സെക്സോളജിസ്റ്റുകളും കൃത്യമായി പറയുന്നുണ്ട്, ആ പ്ലഷർ അല്ല ഇത്, അവർ അഭിനയിക്കുകയാണ്. ഒരിക്കലും അത് വെച്ചിട്ട് സാധാരണ രണ്ട് മനുഷ്യർക്കിടയിലുള്ള പ്ലഷറിനെ എന്താ പറയുക താരതമ്യം ചെയ്യരുത്. അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഒരാളുടെ അടുത്ത് സെക്സ് ചെയ്യാൻ പോവരുത്. കാരണം അത് വളരെയധികം അതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്. നമ്മൾക്ക് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ പോൺ വീഡിയോസിന് മേക്കിംഗ് വീഡിയോസ് അവൈലബിൾ ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നിർവികാരരായിട്ടാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു വികാരവും ഇല്ലാതെ. നമ്മൾ അത്രയും ഫീലിങ്സോടെ ചെയ്യുന്നതും അവരൊരു വികാരവും ഇല്ലാതെ അഭിനയിക്കുകയാണ്. അപ്പോൾ അത് രണ്ടിനും ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കിയാലെയാണ് ആ ഒരു ഓവർ എക്സ്പെക്ടേഷൻ കുറയുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫാന്റസീസ് കാണുന്നവർ, ഇപ്പം നമുക്ക് ഒരുപാട് പോൺ സൈറ്റുകൾ എടുത്ത് ഒരു 19 ഓപ്ഷൻസ് കാണാൻ പറ്റും കാറ്റഗറീസിൻ്റെ. സോ അതിനൊക്കെ അതിൻ്റെ ഒരു സെൻസിൽ മനസ്സിലാക്കി അത് അതിനോട് യോജിക്കുന്ന ഒരാളുമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനോട് ഓക്കെ ആവുന്ന ഒരാളെ അതിനു വേണ്ടി ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ കണ്ണും പൂട്ടി കാണുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റൊരാളുടെ മാനസികമായും ശാരീരികമായും തകർക്കാനുള്ള ശേഷി അതിനുണ്ട് എന്നുള്ളതാണ്.